എന്ത് തോന്നിവാസമായി കാണിക്കുന്നേ? ആരാ നിങ്ങളൊക്കെ? എങ്ങനെയാ അകത്ത് വന്നേ? എന്റെ പൈസ എടുത്തേ. തന്റെ മോൻ എന്നോട് കടം വാങ്ങിച്ചതാ. ഇനിയിപ്പോ അനിയനെ ബെറ്റി തോറ്റുപോയ ആ മഹാറാണി ഈ വീട്ടിൽ തന്നെ കഴിയും. അപ്പം നമുക്ക് എല്ലാ മാസവും ഇതുപോലെ കവറുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്റെ ചേട്ടന്റെ ഐഡിയ കലക്കിയല്ലോ. ഗുണ്ടായുസം കാണിക്കാൻ അനിയനെ പുറത്തുപോകാൻ പറ്റാത്തോണ്ട് ഗുണ്ടകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്റെ ചേട്ടൻ എന്തുമാത്രം ബുദ്ധിമാനാ. അതുകൊണ്ടല്ലേ മാസാമാസം കിട്ടുന്ന പൈസ നഷ്ടപ്പെടാതിരിക്കാൻ ഇങ്ങനെ ഒരു പണി ചെയ്തേ. റിയ, നീ വേഗം മുകളിലോട്ട് പോ. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും സൂരജ് ഇങ്ങോട്ട് വരരുത്. 48 മണിക്കൂർ ആവുന്നതിന് മുമ്പ് സൂരജ് ആരോട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ചേട്ടാ, നിങ്ങൾക്ക് തരാനുള്ള പൈസ എല്ലാം തീർത്തു തരാം. തൽക്കാലം നിങ്ങൾ എന്റെ കാതില്. എനിക്കിങ്ങനെ ഓരോന്നുള്ളായിട്ടല്ല വേണ്ടത്, മൊത്തമായിട്ട് വേണം, മൊത്തമായിട്ട്. പൈസ തിരിച്ചു തരാനായിട്ട് ഒരു സമയമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവില്ലേ? അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ കയറി ചോദിച്ചാ? ഒരു സമയമില്ല. എനിക്ക് എന്റെ പൈസ ഇപ്പൊ ഈ നിമിഷം കിട്ടണം. അല്ലെങ്കിൽ എനിക്ക് എന്റെ രീതിയിൽ പൈസ വസൂലാക്കാനുള്ള രീതികളൊക്കെ അറിയാം. ഒരു മിനിറ്റ്, ഈ വീട്ടിൽ വന്ന് സംസാരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കണം, ഇരുന്നിട്ട്. അല്ലാതെ ഇത്തരത്തിലുള്ള ഗുണ്ടായുസൊന്നും ഇവിടെ നടക്കില്ല. മനസ്സിലായോ? താഴെ കുറച്ച് ഗുണ്ടകളെ ഏട്ടനെ തപ്പി വന്നിട്ടുണ്ട്. അമ്മയും ചിറ്റപ്പനെ അവരോട് വഴക്കിട്ടോണ്ടിരിക്കുക. ഏട്ടൻ അങ്ങനെ താഴെ പോയാ ഉറപ്പായും അടിയും വഴക്കുണ്ടാവും. നീ ഇവിടെ തന്നെ നിന്നോ, സൂരജിനെ താഴോട്ട് വിടണ്ട കേട്ടോ. മതി, സംസാരിക്കരുത്. പുറത്തു പോ, ഇറങ്ങി പോവാൻ എന്റെ വീട്ടിൽ. എന്റെ പൈസ വാങ്ങി തിന്നിട്ട് എന്നോട് പുറത്തു പോകാൻ പറയുന്ന കേളവാ. ചിറ്റപ്പ, ഈശയുടെ പാദസരമാണല്ലോ, ഞാൻ കൊടുത്തിട്ട് വരാം. ഏട്ടാ, ഏട്ടൻ താഴോട്ട് പോണ്ട പ്ലീസ്. അതെന്താ? നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നീ എന്റെ അച്ഛനെ തല്ലുവല്ലേ? എടോ, കടം കൊടുത്ത പൈസ വാങ്ങാൻ വന്നതല്ലേ? കടം കൊടുക്കുമ്പോ എന്തെങ്കിലും മുദ്രപത്രത്തിൽ സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടോ? അങ്ങനെയുള്ള പേപ്പേഴ്സ് ഉണ്ടോ? എന്നാലേ എഗ്രിമെന്റ് എവിടെയെന്ന് പറ. IPC സെക്ഷൻ 323 അനുസരിച്ച് ഒരു തെളിവും ഇല്ലാതെ, ഒരു റിട്ടേൺ പ്രൂഫും ഇല്ലാതെ ഒരാളുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നതിനും അതിക്രമിച്ച് കയറുന്നതിനും അയാൾക്കെതിരെ കൈ ഓങ്ങുന്നതിനുള്ള ശിക്ഷ എന്താണെന്നറിയോ? നേരെ അകത്ത് പോയി കിടക്ക് രണ്ടുപേരും. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കാം. പിന്നെ ഇവിടെ വന്ന് കാണിച്ച തോന്നിയ ദിവസം ഉണ്ടല്ലോ, അതിനെതിരെ മാനഹാനിക്കുള്ള കേസും ഫയൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത കാലത്തൊന്നും നിങ്ങളെ പുറലോകം കാണില്ല. അയ്യോ വേണ്ട വേണ്ട, ഞാൻ പ്രശ്നത്തിനൊന്നുമില്ല. എനിക്ക് പലിശയൊന്നും കിട്ടണമെന്നില്ല. ഞാൻ കൊടുത്ത പൈസ തിരിച്ചു കിട്ടണമെന്നേ ഉള്ളൂ. എത്ര സമയം കൊടുത്തിട്ടുണ്ടോ ആ സമയത്തിനകത്ത് പൈസ കിട്ടിയിരിക്കും. അതിനു മുൻപ് ഈ വീട്ടിൽ ഇനി നിങ്ങളെ കാണരുത്. പിന്നെ പൈസ ആരാ വാങ്ങിയേ? ഇദ്ദേഹത്തിന്റെ മകൻ പൂരൻ. നാശം പിടിക്കാൻ അനിയൻ അവനിട്ട് 2 കൊടുക്കേണ്ടതായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ കള്ളി വെളിച്ചത്തായി. അസലായി മോളെ, വളരെ വിവേകത്തോടു കൂടിയാണ് ഇത്രയും വലിയ പ്രശ്നം നീ സോൾവ് ചെയ്തത്. അസലായി.
ഒരച്ഛന്റെ ബാക്കിയുണ്ടായിരുന്ന അഭിമാനം കൂടിയാ നീ രക്ഷിച്ചത്. നന്നായിരിക്കും മോളെ. ഇതാ ഏട്ടത്തിന്റെ പാദസരം. ദേഷ്യം കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ടും സമാധാനം കൊണ്ടും പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇറ്റ് വർക്ക്സ്. താങ്ക് യു. ഫ്രീ ആയിട്ട് തന്ന ഈ അറിവിന് വേണ്ടിയല്ല, എന്നെ ഇന്ന് തടഞ്ഞതിന് വേണ്ടി. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്കറിയാം. പൊതുവെ കാണാൻ എത്ര പാവോ ഐഷ ചേട്ടത്തി, പക്ഷെ ഒരു ആവശ്യം വന്നാൽ സിംഹമായി മാറും. ഇവരിൽ നിന്ന് എന്തുമാത്രം പഠിക്കാനുണ്ട്. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എടി, എവിടെയടി നിന്റെ ഭർത്താവെന്ന് പറയുന്ന ആ കോന്തൻ? വിളിക്കടി അവനെ. അവനല്ലേ പൈസ വാങ്ങിച്ചത്, അവൻ തന്നെ കൊടുക്കട്ടെ. ശരി ശരി അമ്മേ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. എനിക്ക് ജോലിക്ക് പോകാൻ സമയമൊന്നു, ഞാൻ ഇറങ്ങട്ടെ. ചേട്ടാ, ഇതാ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. ആ ശരി, ദീപയ്ക്കോ? ഞാൻ നോക്കിക്കോളാം. എന്താ ഇത്? അറിയില്ല. സൂരജ്, നീ ഇതെടുത്ത് കൊടുത്തോ. കാരണം എന്തായാലും നീ ഇപ്പോൾ ഒരാണല്ല. എന്റെ ദൈവമേ, ഇനിയിപ്പോ ഇവനെ എങ്ങനെ തടഞ്ഞു നിർത്തുന്നത്? അല്ലെങ്കിൽ തന്നെ ആകെ വശം കെട്ടി നിൽക്കാം. ഞാൻ അത്ര ഭാഗ്യം കിട്ടോളൊന്നും അല്ല. ഇപ്പോഴും പ്രതീക്ഷയ്ക്കുള്ള ചെറിയ വകയൊക്കെ ഉണ്ട്. കളിച്ചോ? സൂരജ്, സൂരജ്, സൂരജ് ഒന്നും ചെയ്യില്ല. മരുമകളോട് ബെറ്റ് വെച്ചതിന് ശേഷം സൂരജ് ആരോടും വഴക്കിടുന്നതോ ദേഷ്യപ്പെടുന്നതോ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നെങ്കിലും അവൻ ആരോടെങ്കിലും വഴക്കിടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ ഇഷമോൾക്ക് ഈ വീട് വിട്ടു പോകേണ്ടി വരും.
സൂരജ് എന്നെ എന്തുമാത്രം വെറുക്കുന്നു. അതുകൊണ്ടല്ലേ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടി സ്വയം ഇത്രയും അപമാനിതനാവുന്നേ.